ഒരിക്കൽ ഗൗതമ ബുദ്ധനും അനുയായികളും ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു നദിയുടെ തീരത്തിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ എല്ലാവരും ആ നദിയുടെ തീരത്ത് കുറച്ചു സമയം വിശ്രമിക്കാനായിട്ടിരുന്നു. എല്ലാവരും ഇരുന്നതിന് ശേഷം ഒരു ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, നമുക്കെങ്ങനെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും? അത് നമ്മൾ തീർത്തും മനസ്സിനെ അലട്ടുന്ന ചിന്തയിലായിരിക്കുമ്പോൾ തന്നെ. ബുദ്ധൻ അപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ബുദ്ധൻ അവനോട് അപ്പോൾ പറഞ്ഞു, എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. താങ്കൾക്ക് കുറച്ച് വെള്ളം ആ നദിയിൽ നിന്ന് എടുത്തു കൊണ്ടുവരാൻ സാധിക്കുമോ? അപ്പോൾ തന്നെ ചോദ്യം ചോദിച്ച ശിഷ്യൻ നദിയിലേക്ക് വെള്ളം എടുക്കാനായിട്ട് തിരിച്ചു കടന്നു. പക്ഷേ നദിയുടെ അടുത്തെത്തിയപ്പോഴാണ് അവിടെ കുറച്ച് പേർ അവരുടെ വസ്ത്രം അലക്കുന്നതായി ശിഷ്യൻ കാണാനിടയായത്. അവൻ അവിടെ നിന്ന് കുറച്ച് അകലേക്ക് ശുദ്ധമായ ജലം ലഭിക്കുമെന്ന് കരുതി വീണ്ടും നടന്നു. പക്ഷേ ഒരു കാളവണ്ടി കടന്നുപോയി ജലം മുഴുവൻ ചെളി നിറഞ്ഞു കിടക്കുന്നതാണ് ശിഷ്യൻ അവിടെയും കാണാനിടയായത്. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഇങ്ങനെ കലങ്ങിയ വെള്ളം ഞാൻ എങ്ങനെയാണ് നൽകുക? എന്തുകൊണ്ടെന്നാൽ ഇത് ഒരിക്കലും കുടിക്കാൻ യോഗ്യമല്ലല്ലോ. അങ്ങനെ വെള്ളം ശേഖരിക്കാതെ തിരികെ പോകാൻ ശിഷ്യൻ തീരുമാനിച്ചു. ശിഷ്യൻ കാലിക്കടവുമായിട്ട് തിരികെ എത്തി നടന്നതിനെപ്പറ്റി ബുദ്ധനോട് പറഞ്ഞു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വീണ്ടും നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ശിഷ്യനോട് ബുദ്ധൻ പറഞ്ഞു. ശിഷ്യൻ നേരെ നദിയിലെ അടുത്തെത്തി. പക്ഷേ ആ സമയം വളരെ ശുദ്ധമായിട്ടുള്ള ജലം ശിഷ്യൻ അവിടെ കാണാനിടയായി. അവൻ കുടത്തിൽ മുഴുവൻ ജലം ശേഖരിച്ച് എന്നിട്ട് ബുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. എന്നിട്ട് ആ ബുദ്ധന് ജലം കുടിക്കാനായിട്ട് നൽകിയതിന് ശേഷം പറഞ്ഞു, നേരത്തെ ഞാൻ അവിടെ ചെന്നപ്പോൾ നദി മുഴുവൻ ചെളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ശുദ്ധജലമാണ് കാണാനിടയായത്. അതെങ്ങനെ? ബുദ്ധൻ പറഞ്ഞു, അവസാനമായി താങ്കൾ അവിടെ ചെന്നപ്പോൾ ചെളി ഇളകി ജലവുമായി കൂടിച്ചേർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ജലം കുടിക്കാൻ യോഗ്യമായിരുന്നില്ല. പക്ഷേ നീ 1 മണിക്കൂറിന് ശേഷം അവിടെ ചെന്നപ്പോൾ ചെളിയെല്ലാം നദിയുടെ അടിയിലേക്ക് പോയിരുന്നു. അങ്ങനെ നിനക്ക് ശുദ്ധമായ ജലം ലഭിച്ചു. നീ രാവിലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ കഴിയുമെന്ന്. നമ്മുടെ മനസ്സ് ഒരു നദിയെ പോലെയാണ്. മനസ്സ് മുഴുവൻ ചിന്തകൾ നിറഞ്ഞിരിക്കുമ്പോൾ ആ മനസ്സ് ചെളി നിറഞ്ഞ ഒരു ജലം പോലെയാണ്. നമ്മൾ അല്പസമയം മാത്രം കാത്തിരുന്നാൽ മതി അതിന് തനിയെ കെട്ടടങ്ങാനായിട്ട്. ശാന്തമാകാൻ നമ്മൾ യാതൊരുവിധ ശ്രമവും എടുക്കേണ്ടതില്ല. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ യാതൊരു ശ്രമവും കൂടാതെ നിന്റെ മനസ്സ് ശാന്തമായി തീരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തകളെ നിയന്ത്രിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് കൂടുതൽ അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ വർദ്ധിച്ച് കൂടി വരികയാണ് ചെയ്യുന്നത്. മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ യാതൊരുവിധ ശ്രമവും നടത്തേണ്ടതില്ല. നമ്മൾ കുറച്ച് സമയം അനുവദിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ആ സമയത്തിനകം നമ്മുടെ മനസ്സ് യാതൊരുവിധ പരിശ്രമങ്ങളും കൂടാതെ സ്വയം ശാന്തമായി തീരുന്നതാണ്.